സത്യനമസ്കാരികൾ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. നാം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ധ്യാനിക്കുന്ന വചനം ആരാധനയോട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു വചനമാണ്. ഇവിടെ ഇതാ പിതാവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ കാണുന്നു. അത് സത്യനമസ്കാരികൾ ആണ്. When the true worshippers shall worship the Father in the Spirit and in the truth. True worshippers. നമ്മളെ സംബന്ധിച്ച് ഈ പേരിന് അർഹരാണോ? ഞാനൊരു ട്രൂ വർഷിപ്പറാണോ? അങ്ങനെ എൻ്റെ മനസ്സ് എനിക്ക് ഉറപ്പ് തരുമോ? അങ്ങനെ എൻ്റെ സഭയ്ക്ക് ബോധ്യമുണ്ടോ? അങ്ങനെ എൻ്റെ കർത്താവ് സാക്ഷ്യപ്പെടുത്തുമോ? നമ്മെപ്പറ്റി നല്ല ബുദ്ധിമാൻ, നല്ല സുന്ദരൻ, സുന്ദരി, സൽസ്വഭാവി, മിടുക്കൻ, മിടുക്കി എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഞാനൊരു സത്യനമസ്കാരിയാണ് എന്നെക്കുറിച്ച് എൻ്റെ ദൈവം പറയുമോ? സത്യനമസ്കാരികൾ, ട്രൂ വർഷിപ്പേഴ്സ്, ഷാൽ വർഷിപ്പ് ദ ഫാദർ. സത്യനമസ്കാരികൾ പിതാവിനെ നമസ്കരിക്കത്തുള്ളൂ. സകലത്തെ നിർമ്മിച്ച് സകലത്തിൻ്റെയും ഉടമസ്ഥൻ, ജനകൻ, സൃഷ്ടാവ്, അവനാണ് നമ്മുടെ പിതാവ്. അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ സത്യനമസ്കാരികൾക്ക് ആരെ ആരാധിക്കണം എന്നറിയാം. സത്യനമസ്കാരികൾക്ക് എങ്ങനെ നമസ്കരിക്കണം എന്നറിയാം. പിതാവിനെ ആത്മാവിലും, ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്, ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന ഒരു സീസണെ കുറിച്ച് കർത്താവ് പറയുന്നു. ആരാധനയ്ക്ക് ഒരു സീസണുണ്ട്. വാസ്തവത്തിൽ ദിസ് ഈസ് ദ സീസൺ. കർത്താവ് വിഭാവന ചെയ്ത ആ സീസൺ ഇതല്ലെങ്കിൽ പിന്നെ ഏതാണ്? സത്യനമസ്കാരികളുടെ കാലം, ആത്മാവിൽ ആരാധിക്കുന്ന കാലം, സത്യത്തിൽ ആരാധിക്കുന്ന കാലം. ഇതുപോലൊരു സീസൺ ഇനി വരാനുണ്ടോ? യേശുവിൻ്റെ രക്തത്താൽ ജയം. ഇന്ന് പ്രഭാതത്തിൽ ഞാനൊരു സത്യനമസ്കാരിയായി തീരട്ടെ എന്ന് നമുക്ക് പറയാം. നമുക്ക് പിതാവിനെ നമസ്കരിക്കാം, സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ.